നടിയെ വെല്ലുവിളിച്ച് ആലപ്പി അഷ്റഫ്. സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡെന്നിസ് ജോസഫിന്റെ സിനിമാ പ്രവേശനത്തിന് മുമ്പുള്ള ജീവിതഘട്ടങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി സംവിധായകൻ ആലപ്പി അഷ്റഫ്. സിനിമാ ലോകത്ത് എത്തുന്നതിന് മുമ്പ് ഡെന്നിസ് ജോസഫ് കട്ട് കട്ട് എന്ന പ്രസിദ്ധീകരണത്തിൽ സബ് എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നത്തെ കാലത്ത് ഡെന്നിസ് ജോസഫ് പ്രസിദ്ധീകരിച്ച നടി ഖദീജയുടെ ഒരു അഭിമുഖം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അഭിമുഖത്തിലെ ചില പരാമർശങ്ങളാണ് വിവാദമായതെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ ശ്രദ്ധേയയായ താരമാണ് ഖദീജ. സിനിമയെയും സിനിമാക്കാരെയും ഹാസ്യരൂപേണ ആക്ഷേപിക്കുന്ന കട്ട് കട്ട് എന്ന പ്രസിദ്ധീകരണത്തിൽ സബ് എഡിറ്ററായിരുന്നു ഡെന്നിസ് ജോസഫ്. അന്നത്തെ കാലത്ത് 1.5 ലക്ഷത്തോളം കോപ്പികൾ വിറ്റിരുന്ന പ്രസിദ്ധീകരണമായിരുന്നു അത്. സിനിമയിലെ അണിയറ രഹസ്യങ്ങളും വിവാദങ്ങളും ഒക്കെ ചെയ്തിരുന്നത് ഡെന്നിസ് ആയിരുന്നു. നടി ഖദീജയുടെ അഭിമുഖം കട്ട് കട്ടിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അതിലൂടെ ഖദീജ ഉയർത്തിയ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും കിടപ്പറ പങ്കിടാത്ത ഏതെങ്കിലും ഒരു നടിയുണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നുവെന്നായിരുന്നു. കട്ട് കട്ടിലൂടെ അന്ന് പുറത്തു വന്നപ്പോൾ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചുവെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു. ഏലിയ സൂരാളിയായിരുന്നു കട്ട് കട്ടിൻ്റെ ഉടമ. മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട നിർമ്മാതാവായിരുന്നു വിരാളി. പക്ഷേ അത് ലഭിച്ചില്ല. അതിന് കാരണം അദ്ദേഹം എവിടെയും ഇടിച്ചു കയറാറില്ല എന്നുള്ളതാണ്. നിരവധി സിനിമകൾ നിർമ്മിച്ചെങ്കിലും ഒന്നും ഹിറ്റായിരുന്നില്ല. അദ്ദേഹം വേണ്ടെന്ന് വെച്ച കഥയായിരുന്നു കോട്ടയം കുഞ്ഞച്ചൻ. പിന്നീട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ തിയേറ്ററുകളിലെത്തി വലിയ വിജയമായി മാറിയെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു.